തെയ്യം കാണാൻ പോയാലോ? ഏത് കള്ളിയങ്ങാട്ട് അല്ല, എനിക്ക് ലേശം തെയ്യം ഭ്രാന്ത് കൂടുതലാണ് കേട്ടോ. എവിടെയെങ്കിലും തെയ്യം ഉണ്ടെങ്കിലും ഞാൻ ആടെല്ലാം എത്തലുണ്ട്. അപ്പോൾ ഇത് വേറൊരു ആവശ്യത്തിന് പുറത്തു പോയതാണ്. അന്നേരം വിചാരിച്ച് നമുക്ക് നീലിയാർ ഭഗവതിനെ കൂടി ഒന്ന് കണ്ടിട്ട് വരാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കണ്ണൂർ ധർമ്മശാലയിൽ മാങ്ങാട്ടുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഈവനിങ് ഒരു 5 മണിയെല്ലാം തെയ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം പറയല്. ചിലപ്പോൾ അത് 5:30 ആവലുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പോയ സമയത്ത് തെയ്യം തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല, കുറച്ച് ലേറ്റായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് വന്ന 2 ഫോട്ടോഗ്രാഫേഴ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം അവരെ ഞാൻ മലയാളി അല്ലാന്ന് കരുതിയിട്ട് എഴുതുന്ന തെയ്യം കാണാൻ വരുന്നേ അങ്ങനെയൊക്കെ ചോദിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ എഴുതുന്നേ കണ്ണൂരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും ഓ മലയാളിയാണോ അങ്ങനെ ചോദിച്ചു. ഞാൻ വിചാരിച്ചേ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ. അങ്ങനെ വർത്താനെല്ലാം പറഞ്ഞു നിൽക്കുമ്പോഴൊക്കെ തെയ്യം കീയാനുള്ള സമയമായിട്ടോ. കീയാനെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പുറപ്പെടാനാണ് കേട്ടോ. കണ്ണൂർ സ്ലാങ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുവേ. ഭയങ്കര നീളത്തിലുള്ള മുടിയാണ് നീലിയാർ ഭഗവതിൻ്റെത്. ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് നീലിയാർ ഭഗവതി ഇങ്ങനെ വരുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഞാനിങ്ങനെ പറയുന്നതും പിന്നെ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നമ്മൾ നേരിട്ട് ആ കാഴ്ച കാണുമ്പോൾ. നാടോടി കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ഇന്ന് കുറച്ച് അധികം ആൾക്കാരുണ്ട്. സാധാരണ ഞാൻ ഈ തെയ്യം കാണാൻ വരുമ്പോൾ ആൾക്കാർ കുറവാണേ. ഞാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നെ. അതുകൊണ്ട് എനിക്ക് തെയ്യത്തിന് പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു സാരമില്ല, ഇനി ഇഷ്ടംപോലെ തെയ്യം കാണാൻ വരാമല്ലോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെപ്പോലെ ഇങ്ങനെ തെയ്യം ഭ്രാന്തായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.